അപ്പോൾ ഹലോ ഗായ്സ്, സമയം ഇപ്പോൾ ഏതാണ്ട് 8:30 ആവുന്നു. എന്തായാലും അമ്പലത്തിൽ പോവാണ്. അപ്പം രാവിലെ ആയിട്ട് അമ്പലത്തിൽ പോവാണ്. ഒരുത്തൻ, പേര് പറയത്തില്ല, ഒരുത്തൻ രാവിലെ 7:30 ആകുമ്പോൾ മിറ്റത്താണോ എന്ന് പറഞ്ഞ് ഇന്നലെ പോയൊരുത്തൻ ഇപ്പോൾ 8:30 ആവാറേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പം എന്തായാലും അവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. സത്യം പറഞ്ഞാൽ അവൻ വന്നിട്ട് ഇൻട്രോ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ അവൻ വന്നിട്ട് ഇൻട്രോ എടുത്ത് ചെന്നാൽ നമ്മൾ തിരുമേനിയെ വീട്ടിൽ പോയി കണ്ടുവരും. അതുകൊണ്ട് മാത്രം ഞാൻ ഒറ്റയ്ക്ക് ഇൻട്രോ അങ്ങ് എടുത്തു. കുറേ ആയി രാവിലെയൊക്കെ എനിക്ക് ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട്. രാവിലെ എണീക്കുന്ന വേറൊരു വൈബാണ് ഇങ്ങനെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്നത്. എനിവേ എന്തായാലും ഇപ്പം അവന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഉടനെ വരുമായിരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്തുമായിരിക്കും. അപ്പോൾ സമയം ഇപ്പോൾ 8:09 അവനെ നോക്കിയിരുന്ന എൻ്റെ ക്ഷമയൊക്കെ പോയി. എന്തായാലും നമുക്കിനി നേരെ അങ്ങ് പോവാം. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഏതെങ്കിലും ഒരുത്തനെ പൊക്കി എടുത്തോണ്ട് പോട്ടെ. അപ്പോൾ നമ്മളിതേ ഫൈനലി അമ്പലത്തിൽ എത്തി. ശംഭു ഹായ് ഹായ്. ഇതൊരു നാറി അല്ലേ, സമ്മതിച്ചില്ല. അമ്പലത്തിലായി പോയി. അമ്പലത്തിലായ എൻ്റെ പരിമിതികളുണ്ട്. അതായത് അമ്പലത്തിൽ കയറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു അല്ലേ. നമ്മുടെ ഇനി മേളിൽ ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, 2 എണ്ണം. അപ്പം താഴെ ഇപ്പോൾ കയറി തൊഴുതു. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ചെറിയൊരു അമ്പലം. അതായത് ഇവിടുത്തെ നാട്ടുകാരായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞൊരമ്പലം. ദേവസ്വത്തിനാണ് അതല്ലല്ലോ. ഇവിടെ താട്ടൊരു സാധനം ഉണ്ടേ, കാണിച്ചു തരാം. നിങ്ങൾ കാണിക്കുന്ന റിസ്കി ഷോട്ട്സ് ആണേ. തെന്നി വീണ നേരെ മണിമലയാറാണ്. പിന്നെ നമുക്ക് മല്ലപ്പള്ളി ചെന്നിട്ടൊരു വ്ളോഗ് എടുക്കാം ഗൈസ്. മണിമലയാറ് ഇത് കണ്ട് ഇവിടെ ആയിട്ട്, അതായത് ഈ കെട്ടുണ്ടോ നിങ്ങൾ, ഈ കെട്ടിൻ്റെ ഇപ്പുറത്ത് വലിയൊരു കയവാണ്. 10-30 പേര് മരിച്ചതാണ്. 37 പേര് മേളി. അതെന്ന് വെച്ചാൽ അവിടെ ഒരു തൂക്കുവാലുണ്ട്. നിങ്ങൾക്കത് കാണാൻ അറിയത്തില്ല. അവിടെ ഇപ്പോൾ എനിക്ക് സൂം ഇട്ടാൽ ശരിയാത്തില്ലായിരിക്കും. അവിടെ ആയിട്ടൊരു തൂക്കുവാലുണ്ട്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ കയറാം. എന്തായാലും നല്ലൊരു സ്പോട്ടാണ്. അതായത് അമ്പലത്തിൻ്റെ പേര് അല്ല, ഇവിടെ വേറെ പേര് കീത്രിക്കൽ. ഇവിടെ മറ്റേ സപ്താഹം ഒക്കെ നടക്കാറുണ്ട്. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. നമുക്കിനി നേരെ എൻ്റെ മേലെ ഒരു ശിവക്ഷേത്രം ഉണ്ടോ, അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് വരാം. അതായത് നമുക്ക് ആ തൂക്കുവാലത്തിലൂടെ കയറിയിട്ട് എല്ലാം സെറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ അമ്പലം കാണിച്ചു തന്നില്ല. അമ്പലം കാണിച്ചേ, കുഞ്ഞൊരമ്പലം, ചെറിയൊരെണ്ണം, വേറൊന്നുമില്ല. ജസ്റ്റ് ഒരു അമ്പലം, ഒരു ഇതൊക്കെ. ഒരു ക്യൂട്ട് പട്ടി. ഹായ് ഹായ്, ഇത് കടിക്കൂ ചേട്ടാ, പട്ടി കൊത്തോ. അയ്യോ ജസ്, എന്തായാലും ഇനിയിപ്പം എന്താ ഇൻവെർട്ടാവാത്തെ. അപ്പം ഇനി അമ്പലത്തിൽ കയറിയിട്ട് വരാം. ഇനിയിപ്പോൾ ഇവിടെ കയറി ഇവിടെയും കൂടെ ഒന്ന് തൊഴുതിട്ട് മാല ഏതാണ്ടൊക്കെ മേടിക്കാനുണ്ട്. അവിടെ പോയി നിൽപ്പുണ്ട് ആ വെള്ള ഷർട്ട്. നേരെ എനിക്കറിയാം, ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് സൂം കിട്ടുന്നില്ല. അതായത് മറ്റേ പോയിൻ്റ് ഇട്ടുള്ള എടുക്കുന്നില്ല. ഇപ്പം ഈ എടുക്കുന്ന സൂം ഡിജിറ്റൽ സൂം. എന്താണെന്ന് എനിക്കറിയില്ല. ചില സമയത്തെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറ്റുന്നുള്ളൂ. അല്ല വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ സെറ്റ് എന്ന് വെച്ചാൽ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സൂം സെറ്റ് ചെയ്താലേ ഇത് പറ്റുന്നുള്ളൂ. വെയിൽ കത്തി നിൽക്കുന്നു, വെയിൽ. അതിൽ കയറിട്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഗൈസ്, നമ്മളപ്പോൾ ഇത് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇവിടെ അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട്. പ്രാവിൻ്റെയും സമ്മതിക്കത്തില്ല, ഭയങ്കര സൗണ്ടാണ്. ഞാൻ മൈക്കും വെച്ച് ഇനി പ്രസാദം കൂടെ ഒക്കെ തൊട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഈ പ്രസാദം കൂടെ തൊട്ടിട്ട് ഫുള്ളൊന്ന് സെറ്റായിട്ട് ഞാൻ വരാം. ഓക്കെ, പക്ഷെ നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ നമ്മുടെ ഒരു ആല് ഇവിടെ വന്നു. അമ്പലത്തിൽ നമുക്ക് ഇവിടെ ഒരു ഇരിപ്പ് പതിവുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഇതുപോലെ ആലിൻ്റെ മൂട്ടിക്ക് തിരുന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടില്ലേ, അത് ഇതുപോലെ നമ്മുടെ അടുത്ത് തന്നെ ഉള്ള വേറൊരു അമ്പലത്തിൻ്റെ ആലിൻ്റെ അടുത്ത് പോയിട്ട്, എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ആദ്യം വീഡിയോ എടുക്കാമെന്നായിരുന്നു. പക്ഷേ അന്ന് ഈ ഫ്രെയിമിൻ്റെ വിഷയവും അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഫ്രെയിമുകളുടെ പ്രശ്നം, പിന്നെ എടുക്കാനുള്ള ഓരോ മടി, അങ്ങനെയൊക്കെ. എന്നാ പറഞ്ഞാൽ രാവിലെ വന്നിട്ട് ഇങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് റെഡിയായിരുന്നു. രാവിലെ എനിക്ക് കുളിച്ച് ഇങ്ങനെ വന്ന് അമ്പലത്തേക്ക് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ വേറൊരു വൈബാണ്. ഇത് എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്കിത് ഭയങ്കരമായിട്ടൊരു റിലാക്സിങ് എന്നൊന്നും പറയില്ല, ഒരു വൈബാണ്. രാവിലെ എണീറ്റ്, മെയിനായിട്ട് രാവിലെ എണീറ്റ് ഇങ്ങനെ കുളിച്ച് പുറത്തിറങ്ങുന്നത് തന്നെ വേറൊരു വൈബാണ്. നിങ്ങളനുസരിച്ച് നമ്മൾ രാവിലെയൊക്കെ എണീറ്റില്ലേ, ചുമ്മാ ഒന്ന് മിറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയാൽ മതി, നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഈ രാവിലെ കടയിൽ പോകുന്നവരും പിന്നെ ഈ പണിക്ക് പോകുന്നവരും അങ്ങനെ കുറേ പേരൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. പിന്നെ എന്താ പറയുക, ഒരു വൈബാണ് ഫുള്ളി. നമ്മൾ ജീവിതം തന്നെ ഫുൾ ഒരു വൈബല്ലേ. അതിൻ്റെ ഇടയ്ക്കത്തെ ഓരോരോ കുഞ്ഞു വൈബ്. പിന്നെന്താ പറയേണ്ടുള്ളത്, നമുക്കിനി ഇതിൻ്റെ താഴെയില്ല ഒരു തൂക്കുവാലം കൂടെ ഉണ്ടേ. അപ്പോൾ നമുക്കിനി അവിടെയും കൂടെ പോയിട്ട് ഞാൻ നിങ്ങളെ ഇനി അതുകൂടെ കാണിച്ചു തരാം. അത് ഈ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്.
മെയിനായിട്ട് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ വെയിൽ ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തടുത്തുള്ള കുറേ സ്ഥലങ്ങളാണ്. നമുക്കിനി കുറച്ചുകൂടെ ലോങ്ങൊക്കെ പിടിക്കണം. ഇപ്പോൾ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ ഈ കോളേജിലെ ക്ലാസ്സും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ടൈം ഭയങ്കര സീനാണ്. തങ്ങാപ്പാടണിയുടെ നോട്ടീസ് അതിസൂക്ഷ്മമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ശംഭു. പിന്നെ ഇത് വരാൻ നമ്മുടെ അടുത്തൊരു കിണ്ണ സാധനമാണ് കോട്ടാങ്ങൽ പടയണി അല്ലേ. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അറിയാത്തവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും അല്ലേ, കാണാത്തവർക്ക്. എന്തായാലും ഇതും നമ്മൾ ഉടനെ വരും കോട്ടാങ്ങൽ പടയണി. ഇത് ഡേറ്റൊക്കെ നോക്കി വെച്ചു. ഇതിനകത്ത് എല്ലാം ഒന്നും കാണത്തില്ല. വലിയ പടയണി കാണാതിരിക്കും. പിന്നെ ഒക്കെങ്കിൽ അടവി കിട്ടുവാണെങ്കിൽ അടവിയും കൂടെ എടുക്കും. അന്ന് മെയിനായിട്ട് ഇത് തുടങ്ങുന്ന രാത്രിയിലായി 12 മണി 1 മണിയൊക്കെ ആവും തുടങ്ങുമ്പോൾ. അപ്പം നൈറ്റ് ആ സീന് പിന്നെ അടുത്ത ദിവസം ക്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ക്ലാഷ് ആവും. പറ്റുമെങ്കിൽ അതിൻ്റെയും ബ്ലോഗായിട്ട് വരും. എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ താഴത്തെ തൂക്കുവാലം കൂടെ ചെന്ന് അതുകൂടെ കാണിച്ചു തന്നിട്ട് ഇന്നത്തെ ബ്ലോഗ് നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബസ്. അപ്പം നമ്മളിതേ നമ്മളെ ഇവിടെ എത്തി, നമ്മുടെ തൂക്കുപാലം. ഇതായിരിക്കും നമ്മുടെ വണ്ടി. ഗൈസ് നമുക്ക് വലിയൊരു അബദ്ധം പറ്റി. വലിയൊരു അബദ്ധം എന്ന് വെച്ചാൽ വലിയൊരു അബദ്ധം. ഇതിപ്പോൾ 2ാമത്തെ റെക്കോർഡിങ്ങാണ്. ആദ്യത്തെ റെക്കോർഡിങ്ങിൽ ഞാൻ മൈക്ക് ഓൺ ആക്കിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കിട്ടിയില്ല. ഒരുമാതിരി ഊമ നാടകം പോലെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് വയ്യ ഇനി അതിനൊന്ന് വോയിസ് ഓവർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഒരു വട്ടം കൊണ്ട് എടുക്കുവാണ്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞ മുമ്പത്തെ ആ ബോർഡ് നമ്മുടെ ഞാൻ പറഞ്ഞില്ല താഴെ ഒരു കയ ഉണ്ട്, അവിടെ കുറച്ച് പേര് മരിച്ചാന്നുള്ള. എന്ത് സാധനം എന്ത് ചെയ്ത് ഇത് ഈ കളവിൽ അത് തന്നെ നിങ്ങൾ വായിച്ചാൽ മതിയേ. ഇവിടെ നിങ്ങൾ ഇത് വായിച്ചാൽ ഇപ്പോൾ വായിക്കാൻ ഇതാവും. അതെ, ഇത് ഒരു ഈ പാലം പണിത സമയത്തല്ലേ, അതും കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു 3-4 കൊല്ലം മുമ്പ് വെച്ചാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ എന്താ പറയുക. അപ്പം ഇവിടെ ഉണ്ട് ഒരു അപകട മുന്നറിയിപ്പ്. അല്ല തൂക്കുപാലത്തിൻ്റെ അതെ യെസ് കറക്റ്റ്. ഓക്കെ അപ്പോൾ നമ്മളിത് ഇവിടെ ആണ്. പക്ഷെ എന്നാലും കൈസ് ആദ്യം നമ്മൾ നല്ല ഫ്ലോയിൽ നല്ലൊരു സാധനം എടുത്ത് വെച്ചായിരുന്നു. എന്ത് ചെയ്യാൻ അത് പോയി ഒത്തില്ല. പക്ഷെ എൻ്റെ ഞാൻ ശ്രദ്ധിക്കണ്ട. കാരണം ഇവിടെ ഇത് മൈക്ക് കണ്ടാൽ ഇത് കാരണം ഇങ്ങനെ ബ്ലിങ്ക് ആവും. പക്ഷെ ഞാനത് നോക്കിയില്ല, അതെൻ്റെ തെറ്റാ. പോട്ടെ, നമുക്കിനി ഒന്നുകൂടെ എടുക്കാം. എന്തായാലും ഇതാണ് തൂക്കുപാലം. എന്താടാ എന്തോ വള്ളിയോ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ഈ സംഭവമില്ലേ, ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സംഭവം ഇത് കംപ്ലീറ്റ് നിൽക്കുന്നത് ഈ ഒരു കയറിലാണ്, ഈ കറുത്ത. അതായത് എനിക്കൊന്ന് സ്റ്റീൽ റോഡ് പോലത്തെ സാധനമാണ് തോന്നുന്നു നമ്മുടെ അല്ലേ. അങ്ങനെ ഇത് അങ്ങനത്തെ ഈ ഒരു 2 കേബിളും. പിന്നെ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ട ഇതിപ്പോൾ ഫുള്ള് കുലിക്കൊണ്ടിരിക്കുക. നമ്മൾ നടക്കുന്നതനുസരിച്ച് ഇങ്ങനെ കുലും. ആദ്യം കണ്ട ക്ലിങ്. എനിക്ക് ആദ്യം പേടിയായിരുന്നു ഇപ്പം ഇങ്ങനെ കയറാനായിട്ട്. ഇപ്പം പിന്നെ കുഴപ്പമില്ല. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നടക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കുലുക്കം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ നടുക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നല്ല കുലുക്കവും. ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഒരു തൊട്ടിൽ കിടക്കുന്ന പോലെ. പിന്നെ കയം കാണിച്ചു എൻ്റെ കയ്യിൻ്റെ ഈ വളഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. അതായത് ആ കിണറിനും ആ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് അവിടെ ആയിട്ടാണ് കയം വരുന്നത്. എന്നുവെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇത് ഇവിടെ ആൾക്കാർ ഈ പാലത്തെ കറണ്ട് വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടുന്ന് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നായിട്ട് ഇറങ്ങി ഇവിടെയൊക്കെ നിൽക്കും. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒട്ടും വെള്ളമില്ല. അതായത് ഇതുവഴി വേണം ഇപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും. ഒരു അരപ്പൊക്കം അല്ല അത്ര വെള്ളമുള്ളൂ ഈ ഭാഗത്ത്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് അല്ലെങ്കിൽ കൂട്ടായിട്ട് വരുമ്പോൾ വൈബായി എങ്ങനെയൊക്കെ ഇവിടുന്ന് നീന്തി അല്ലെങ്കിൽ കളിച്ചൊക്കെ അവിടെ ചെല്ലും. അപ്പോൾ ഇവിടുത്തെ പോലെ ആണെന്ന് വിചാരിക്കും അവിടെ. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു കുഴി പോലെ. അതല്ല എനിക്കൊന്നും നല്ല താഴ്ച. ഞാനൊന്നും അവിടെ പോയിട്ടില്ല. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട്. അവിടെ ഭയങ്കര സീനാണ്. അങ്ങനെ ഇവിടുന്ന് കളിച്ച് അവിടെ ചെല്ലുന്നത്. അല്ലാതെ അവിടെയായിട്ട് ആരും എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് ഇറങ്ങി അങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന്. അവിടെ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ആരൊക്കെയോ അതൊക്കെ ഓരോരുത്തരുടെ സമയമല്ലേ, ഓരോരുത്തരുടെ സമയത്തിൻ്റെ ഇതാണ്. ഇവിടെ ഉണ്ട് ഉടക്കുവലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ നിങ്ങൾ കണ്ടത് കുറേ ബോൾ പോലത്തെ സാധനം. ഇത് കറണ്ട് മീൻ പിടിക്കാനുള്ള ഉടക്കുവല ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ വന്നിട്ട് വരാം. പക്ഷേ ഞാൻ പറയില്ല, ഇപ്പോൾ ഇതിൻ്റെ കുലുക്ക ഇങ്ങനെ കൂടി വരികയാണ്. സൂര്യൻ ഏതാണ്ട് ഉച്ചയിലെത്തി. അയ്യോ നല്ല കണ്ണിലോട്ടാണ് വെയിലടിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അതായത് ഇവിടെ അല്ല, ഇങ്ങനെ ഈ റൂട്ട് പോവും. ഇതിന് ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ. ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യം ഒരു ശനിയാഴ്ചത്തെ റൊട്ടീൻ തന്നെയാണ്. ഈ ശനിയാഴ്ച രാവിലെ ഈ കൃഷ്ണൻ്റെ അമ്പലവും ശിവൻ്റെ അമ്പലവും ഇവിടെ എല്ലാം പോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അത് നമ്മുടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു ഇതാണ്. ശനിയാഴ്ച ഒരു പരിപാടി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വരുന്നത് ഒരു സമാധാനമാണ്. അങ്ങനെ എല്ലാ ശനിയാഴ്ചയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് വേറെ ശനിയാഴ്ച പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ ക്ലാസ്സോ അല്ലെ വേറെ നമുക്കൊരു കേസും ഇല്ല. നമ്മൾ എന്തായാലും വന്നിരിക്കും ശനിയാഴ്ച. പിന്നെ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ അവനെ നോക്കിയിരുന്ന് ലേറ്റായിപ്പോയി. എന്നുവെച്ചാൽ സാധാരണ ഞാൻ അങ്ങനെ ഇത്ര ലേറ്റായിട്ട് വരുന്നതല്ല. എങ്ങനെ കളിച്ചാലും ഞാൻ ഇവനോടെ ഒരു
എപ്പോഴാണ് ഒരു 7 മണി 8 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു 9 ആകുമ്പോഴത്തേക്കും വരുന്ന റേഞ്ചിലാണ് നമ്മളെപ്പോഴും ഇറങ്ങാറ്. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി അല്ലേ? ഇന്ന് ഭയങ്കര ലേറ്റായി. ആരും ഇല്ലായിരുന്നു അമ്പലത്തിലൊന്നും. കുറച്ചുകൂടെ ലേറ്റായിരുന്നു അമ്പലം അടച്ചതിന്. അതെ അതെ, കൂട്ടുകാരൻ ചതിച്ച് ഗൈസ്. അതുകൊണ്ട് നമ്മളിന്ന് ലേറ്റായി എന്ന് വെച്ചാൽ അതെ അതെ എഡിറ്റർ ആ കഴിച്ചിര ഗൈസ്. ഇപ്പം അതായിരുന്നു ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ശനിയാഴ്ചത്തെ ഒരു റൊട്ടീൻ ഡെയിലി ഇൻ മൈ ലൈഫ്. അല്ല ഡെയിലി ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഫുള്ള് വരണമല്ലോ. മോർണിംഗ് സാറ്റർഡേ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ മറ്റേ ഫ്രൈഡേ നൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാറ്റർഡേ മോർണിംഗ് അങ്ങനെയൊക്കെ അതൊക്കെ പറയാം. എന്തായാലും ചെറിയൊരു വ്ളോഗായിരുന്നു അല്ലേ? ചെറുതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ശനിയാഴ്ചത്തെ എൻ്റെ രാവിലത്തെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെ കുറച്ച് നമ്മളൊന്നും ചെയ്തതന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ എല്ലാ ശനിയാഴ്ചയും വരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ശനിയാഴ്ച വരെ നമുക്കൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ചെയ്തതാണ്. പിന്നെ എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് എല്ലാവർക്കും വന്നോട്ടെ ഇത്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. എന്തായാലും ഇന്ന് വൈകിട്ട് നമുക്ക് ചെറിയ കുറച്ച് പ്ലാൻ ഉണ്ട്, ഒരു വ്ളോഗ് എടുക്കാനായിട്ടൊക്കെ ഉള്ളത്. ഇങ്ങനെ അതിൻ്റെ പരിപാടി നടക്കുന്നു. ആ 7:30 വരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ എണീറ്റിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അവരെ ഇനി നേരെ വീട്ടിൽ പോയിട്ട് തെറി പറഞ്ഞ് എണീപ്പിക്കണം. അത് വേണം നമുക്ക് വ്ളോഗായിട്ട് ഇടാം. പക്ഷേ അത് സെൻസറായി ഇപ്പം ഫുള്ള്. അതാണ് വിഷയം. ഫുള്ളും മറ്റേ ബീപ്പ് സൗണ്ട് മാത്രമേ കാണത്തുള്ളൂ. അല്ലേ നമുക്ക് അതുകൂടി ഇടായിരുന്നു. അവനെ പൊക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് വൈകിട്ടൊരു വ്ളോഗ് കൂടെ കാണുമായിരിക്കും. അവനില്ലെങ്കിൽ ഞങ്ങൾ പോയി എടുക്കും. എന്തായാലും നമ്മൾ എടുത്തിരിക്കും. ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. നമ്മൾ അത്യാവശ്യം എനിക്ക് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അത്യാവശ്യം നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ പുറകെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് കാറ്റ് പിടിക്കുന്നുണ്ടായിരിക്കും. നല്ല കാറ്റുണ്ട് ഇവിടെ, എനിക്കറിയത്തില്ല ഇപ്പം അത് ഓർക്കണ്ടേ. അപ്പം നമുക്ക് എന്തായാലും ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും ഒരു പുത്തൻ ഒരു വ്ളോഗിൽ കാണാം എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.